ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മുംബൈയിൽ വരുന്നത്. അതിൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലും പറഞ്ഞതുപോലെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഫസ്റ്റ് ടൈം നമുക്കൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് മുംബൈ വന്നിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്രൂയിസ് ഷിപ്പിൽ മീറ്റ് ചെയ്ത സബ്സ്ക്രൈബർ സീത ആൻറ്റി മുംബൈയിൽ നിന്നായിരുന്നു. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ മുംബൈയിൽ നിന്നാണ്. ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ, ചെക്ക് ഇൻ ചെയ്യുന്നില്ല. കാരണം ചെക്ക് ഇൻ ടൈം 12 or 2 ആണ്. അയ്യോ, എല്ലാവരും എഴുതിയിട്ട് പോകുന്നു. എൻ്റെ ബാഗ് എടുത്തോ? എടുത്തു രശ്മി എടുത്തു. അപ്പം ഊബർ ബുക്ക് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഇവിടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഗിരിച്ചേട്ടൻ റൂമൊക്കെ ബുക്ക് ചെയ്തേക്കുന്നത്. ചെക്ക് ഇൻ ടൈം 2 മണിയാണ്. 12 നമുക്ക് വേണമെങ്കിൽ എത്താം. പക്ഷേ ഞങ്ങളിപ്പം ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. രാവിലെ മാർക്കറ്റ് റോഡിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. ആണോ മുല്ലേട്ടാ? ആണെന്ന് തോന്നുന്നു പോകുന്നത്. ഊബർ വരുമ്പം നമ്മൾ മാർക്കറ്റ് റോഡിലോട്ട് പോകും. വെറുതെ ഒരു ദിവസം 1.5 ദിവസമുണ്ട്. നാളെ വൈകിട്ടാണ് തിരിച്ച് കൊച്ചിക്കുള്ള റിട്ടേൺ ഫ്ലൈറ്റ്. 1.5 ദിവസമാണ് നമുക്ക് ടൈം ഉള്ളത്. മുംബൈയിൽ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളൊക്കെ കറങ്ങാനായിട്ടുള്ള ടൈം. അപ്പം നിങ്ങൾക്ക് മുംബൈയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മുംബൈ കാണാത്തവർക്ക് മുംബൈയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ കാണിച്ചു തരാം. മെറൈൻ ഡ്രൈവിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ഉറക്കക്ഷീണമൊക്കെ മാറി കിട്ടി. എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് കിടക്കാനായിട്ട്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പം മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് കല്ലുകൾ സീയുടെ വോക്ക് വേയിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലമൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണം എന്ന് വിചാരിച്ച് ഊബർ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിട്ടത് വേറൊരു സ്ഥലത്തായിരുന്നു, മറൈൻ ഡ്രൈവിൻ്റെ വേറൊരറ്റം. അപ്പോൾ അവിടെ ചുമ്മാ കടലും മണ്ണും മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് ഊബർ പിടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. ഇവിടെ ഇന്ന് നടക്കാനായിട്ട് നോക്കിയപ്പം 2 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്ററൊക്കെ ആയിരുന്നെങ്കിൽ നടക്കാമായിരുന്നു. ഇതിപ്പം മെറൈൻ ഡ്രൈവിൻ്റെ ചുറ്റിനുള്ള സ്ഥലമാണ്. അപ്പുറത്ത് കുറേ ബിൽഡിങ്സ് കാണാം. ഇപ്പുറത്ത് ഈ ചായ കുടിക്കാനുള്ള കുറേ കടകളുണ്ട് ഇവിടെ. ബസ് സ്റ്റോപ്സിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലൊക്കെ ഇവിടെ ഓരോ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇതെനിക്കൊരു നല്ല സംഭവമായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിമൻ ഹെൽപ്പ് ലൈൻ നമ്പർ, ആംബുലൻസ് നമ്പർ, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ ഇങ്ങനെ. പിന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം. കുറേ പേരൊക്കെ ഇങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം, മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ. മുരളിയേട്ടൻ്റെ ഫേവററ്റ് സ്ഥലം. വാങ്കഡെ സ്റ്റേഡിയം ക്രിക്കറ്റ് മുരളിയേട്ടൻ്റെ ഫേവററ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഞങ്ങളിവിടെ വാങ്കഡെ സ്റ്റേഡിയം കാണാൻ വരികയാണ്. എനിക്കൊരു ബന്ധമില്ലാത്ത സ്ഥലം കേട്ടോ. വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് ആണ്. ഞങ്ങൾ വർക്കേഴ്സൊക്കെ അകത്തോട്ട് കയറി പോകുന്ന കണ്ടപ്പം നല്ല ഈസി ആയിട്ട് അകത്തോട്ട് കയറാം. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ ടവർ ലൈറ്റ് മാത്രം കാണിച്ചു തരാം. വിനു മാങ്കത് ഗേറ്റ് അത് ഒരു ഗേറ്റ് ആണ്. അതുകൊണ്ട് പല ഗേറ്റുകളുണ്ട്. ഓരോ ക്രിക്കറ്റേഴ്സാണ്. വിനു മാങ്കത് ഒരു ക്രിക്കറ്ററായിരുന്നു. ഇത് ഒരു ഗേറ്റ്, പല ഗേറ്റ് ഉണ്ടാവും സ്റ്റേഡിയത്തിൽ. അപ്പോൾ വാങ്കഡെ സ്റ്റേഡിയം കണ്ട് ഞാൻ നിർവൃതി അടഞ്ഞിനി ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് നടക്കും. ഈ വാക്ക് വേ ഭയങ്കര ഫേമസ് ആണ് മുംബൈയിൽ. ഈ കല്ലുകൾ മറൈൻ ഡ്രൈവിൽ എനിക്ക് മറീന എന്നേ വരുന്നുള്ളൂ. 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം മറൈൻ ഡ്രൈവ് അല്ലേ? മറൈൻ ഡ്രൈവിൽ ഈ കുഴൽ കല്ലുകൾ, ഇങ്ങനത്തെ ഈ ഷേപ്പിലെ കല്ലുകൾ എപ്പോഴും മിക്ക സിനിമകളും ഹീറോയിനിയും ഇങ്ങനെ നടന്നു പോകുന്ന ഇങ്ങനെ ഈ വാക്ക് വേ കൂടാണ് എപ്പോഴും നടന്നു പോകുന്നത്. അത് കാണുമ്പോൾ തൊട്ട് ഞാൻ എപ്പോഴെങ്കിലും മുംബൈയിൽ വരികയാണെങ്കിൽ, അങ്ങനെ ഭയങ്കര ആഗ്രഹം എന്നല്ല, എപ്പോഴെങ്കിലും മുംബൈയിൽ വരാൻ പറ്റുകയാണെങ്കിൽ ഈ സ്ഥലം വരണം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഞങ്ങൾ ടാക്സി ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഈ കല്ലുകൾ അറിയത്തേയില്ല. ഫോട്ടോയൊക്കെ കാണിച്ച് ചോദിച്ചതാണ്. ആദ്യം ഇതിൻ്റെ മുമ്പിൽ കൊണ്ട് വിട്ടു. പിന്നെ ഇതല്ലാന്നും പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ എവിടെയൊക്കെ നടന്ന് ഞങ്ങൾ സ്റ്റേഡിയം കണ്ടിട്ട് വീണ്ടും കുറേ നടന്ന് ഇവിടെ തന്നെ എത്തിയെങ്കിലും എന്താ കാണാൻ പറ്റുമല്ലോ, അത് കൊള്ളാം. നിങ്ങളെയും കാണിക്കാൻ പറ്റി, സന്തോഷം. ഇത് ഏത് കടല?
അപ്പോൾ അത് ഇതിൽ എന്തോ ലേക്കാന്നാണ് പുള്ളിയുടെ പറയുന്നത്. എന്നാലും പക്ഷേ ഈ താഴെ പാറക്കല്ലുകൾ ഈ ഷേപ്പിൽ ഈ കല്ല് എങ്ങനെ വന്നു എന്നാണ് എനിക്ക് എപ്പോഴും അത്ഭുതം കേട്ടോ. ഞാൻ സിനിമയിൽ കാണുമ്പോൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ കടല് തന്നെയാണ്. അതെ, മുരളിയേട്ടനാണ് മണ്ടത്തരം പറഞ്ഞത് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കടലാണിത്. ഇത് ഈ ഷേപ്പിൽ ഈ കല്ല് എങ്ങനെയാ വരുന്നത് ചേട്ടാ? അല്ല ഉണ്ടാക്കിയിടുന്നതല്ലേ? നമ്മുടെ വർക്കല സൈഡിൽ പോകുന്നിടത്ത് എല്ലായിടത്തും ഈ സാധനം ആണല്ലേ? ഞങ്ങൾ ബാന്ദ്ര ഹിൽ റോഡിൽ ഒരു ഷോപ്പിൽ കയറിയതാണ്. ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ തൊട്ട് ജൂത്തി മേടിക്കണം എന്ന് പ്ലാൻ ചെയ്ത് അവിടെയൊക്കെ തപ്പി. പക്ഷേ എൻ്റെ കാലിൻ്റെ ഈ വിരലുകൾ ഭയങ്കര ഇങ്ങനെ പരന്നതാണ്. പിന്നെ എൻ്റെ കാലിന് ചെരുപ്പ് സൈസൊക്കെ വലുതാണ്, 8 ആണ് എൻ്റെ സൈസ്. അപ്പോൾ എനിക്ക് ജൂത്തി ഒരിക്കലും എൻ്റെ സൈസിന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. എപ്പോഴും എനിക്ക് എൻ്റെ സൈസിന് എനിക്ക് ജൂത്തി ചെറുതായിരിക്കും. ചെറുതെന്ന് വെച്ചാൽ എൻ്റെ കാലിന് ടൈറ്റായിരിക്കും. അപ്പം പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് എടുത്തു. ജൂത്തി അവിടെ നിന്നും കിട്ടിയില്ല, രാജസ്ഥാനിൽ നിന്നും കിട്ടിയില്ല. പിന്നെ മുകളിൽ പോയി ഈ ഒരു കഫ്താൻ ഞാൻ എടുത്തു കേട്ടോ. ബാന്ദ്ര ഹിൽ റോഡിൽ മാർക്കറ്റാണിത്. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്സ് കുറേ ഉണ്ട് കേട്ടോ. അതിൽ ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറി. അത് സ്ട്രീറ്റ് ഷോപ്പല്ല, കുറച്ചിങ്ങനെ ഒരു ഈ കുറച്ചൊക്കെ സ്ട്രീറ്റ് ഷോപ്സ് ഇവിടെ റോഡ് പണിയുന്നതുകൊണ്ട് പൊളിച്ച് കളഞ്ഞ കമ്മലുകൾ. എൻ്റെ ഫ്രണ്ടിലൊരു ടൈലർ ചേട്ടൻ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നു. ചുമ്മാ ആ കമ്മലുകളൊന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ കുറേ കാഷ്വൽ ചപ്പൽസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതാ ഞാൻ ഈ ചപ്പൽ മേടിച്ചേ. ഇത് വെറുതെ ഇങ്ങനെ 3 ചപ്പൽ 600 രൂപയ്ക്ക്. അങ്ങനെ ഞാനും രശ്മിയും പക്ഷെ 2 എണ്ണം മേടിച്ചു. 2 ചപ്പലാകുമ്പോൾ 450 രൂപയ്ക്ക് കിട്ടി കേട്ടോ. അങ്ങനെ ഇത് മേടിച്ചു. അതുകൊണ്ട് അങ്ങനെ ചപ്പലൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ ബാന്ദ്ര ഹിൽ റോഡിൽ നിന്ന് ലിങ്ക് സ്ക്വയർ മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാന്ദ്രയിൽ തന്നെ മുരളിയേട്ടൻ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലോട്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുകയാണ് ഓട്ടോറിക്ഷ ചേട്ടനെ തള്ളി താഴെ ഇടരുതെന്ന്. ഓട്ടോ ഓടിക്കാൻ ആളെ വേണ്ടേ? എന്തോ ബാൻഡ് സ്റ്റാൻഡോ എന്തോ അത്? ഷാറൂഖ് സൽമാനോ? ഷാറൂഖ് ഖാനോ സൽമാൻ ഖാനോ? സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. എന്തൊക്കെയോ ഹിന്ദിയിൽ ഓട്ടോറിക്ഷ ചേട്ടനായിട്ട് സല്ലപിക്കുകയാണ്. ഇതാണ് ലിങ്ക് സ്ക്വയർ മാൾ. ഇങ്ങോട്ട് കയറാൻ പോവാണ് ഞങ്ങൾ. ലക്ഷ്മി ബെൽറ്റ് നോക്കൽ പരിപാടി. ഈ ഷോപ്പിലൊക്കെ ഈ ബ്രാൻഡഡ് തിങ്സ് ഒക്കെ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡിയോർ എന്നൊക്കെ പറഞ്ഞ് ബാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? ഡ്യൂപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ല. ക്രിസ്ത്യൻ ഡിയോർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കണം വാച്ചൊക്കെ. ഭയങ്കര വില കുറച്ച് കൊടുക്കുന്നതാണ്. കാരണം 2000 ആ വിലയ്ക്കൊക്കെ ബാഗ്സ് ഒക്കെ വെച്ചേക്കുന്നത്. ക്രിസ്ത്യൻ ഡിയോറിൻ്റെ ഒറിജിനൽ വിലയൊക്കെ അങ്ങനെയൊന്നും അല്ല. പ്രസിദ്ധമായ ജൂഹു ബീച്ചിലെത്തി. ഞാൻ അലറി വിളിക്കുകയാണ് കേട്ടോ ഇവിടെ കേൾക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ എന്തോ ഇപ്പോഴത്തെ ഒരു വികാരം നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊക്കെ വോയിസ് ഓവർ കൊടുക്കാതെ ലൈവായിട്ട് വോയിസ് കൊടുക്കുന്നത്. ഇവിടെ എത്തിയ ഉടനെ തന്നെ കുറേ ബ്രോഷേഴ്സുമായിട്ട് എല്ലാവരും വരുന്നുണ്ട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ. ദൂരെ കൂടെ വലിയൊരു കപ്പലല്ല, എന്തോ ഒരു ബോട്ട്, വലിയൊരു ബോട്ട് പോലത്തെ ഒരു സാധനം പതുക്കെ മെല്ലെ പോകുന്ന കാണാം. നട്ടുച്ചയായിട്ട് നല്ല തിരക്കാണ് ബീച്ചിൽ.
3 മണിക്കാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. നല്ല വെയിലാ. മെഹന്തി കിतना दिन 1 वीक रहता है हफ्ता 1 വീക്ക്. രശ്മിയുടെ കയ്യിൽ ഇങ്ങനെ മെഹന്തി ഇടുകയാണ്. ഒരാഴ്ച കയ്യിൽ നിൽക്കുമെന്നാ പറയുന്നത്. कितना है इसका प्राइस? प्राइस एक है ना बड़ा लगाता है उसका ये 30 रुपये, बड़ा का 30 है, छोटे का 20 है, 1 लगाता है। ये साइज कितना है? इसका 20 रुपये। 20 रुपये. ഞാനും കൂടെ ഇടാം. ये आवाज निकाल दो ना। इधर इधर है. ये 20-29 ले लो। അതെ പൈസ മേടിക്കണ്ട. 3 चाहिए. 3 और लगाओ। ये अरबिक बनवा लो, अच्छा लगेगा। नहीं बस सही मान से। ये आज वॉश करेगा ना? हाँ अभी कर दो ना, हाँ? अभी कर दो ना, कुछ बात नहीं। थैंक यू. कितना? इधर लगा लो, अच्छा लगेगा। नहीं लगा इधर लो। नहीं है. नाम बनवा लो, टैटू बनवा लो, नहीं पैर पे लगवा लो। റൈഡ് കരോगे? കയ്യിൽ ഞാൻ ഒരു ശംഖ് പോലത്തെ ഡിസൈൻ ചെയ്തു. ഒരാഴ്ച നിൽക്കുന്ന പറഞ്ഞത്. നമുക്ക് നോക്കാം. രശ്മി നിറച്ചും ചെയ്തിട്ടുണ്ട്. ബാക്ക് കാണിച്ച്. आपने इतना ही लगाया, अरबिक डिजाइन भी नहीं लगाया। पूरा अरबिक बनाया। ഞാൻ വളരെ കുറച്ച് ചെയ്തു എന്നായി ചേച്ചിമാര് പറയുന്നേ. രശ്മിയുടെ കൈ നിറച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. इधर इधर छोटा छोटा मार लो, अच्छा ചോട്ട വീണ്ടും എന്നോട് ചെയ്യാനാ പറയുന്നത്. രശ്മി മുല്ലിനെ പറയാം മേത്ത് മുഴുവൻ അങ്ങ് ചെയ്തോളാൻ. टैटू बनवा लो। പൂര മേത്തങ്ങ് ചെയ്തോളാനാ പറയുന്നത്. ഉടുപ്പൂരി മേത്ത് മൊത്തം ചെയ്തോളാൻ. കിടന്നങ്ങ് കൊടുത്തു. परमिशन नहीं दिया. आजू बाजू वाले बिल्डिंग वाले को दिक्कत होता है इसको. परमिशन नहीं दिया मतलब हेलीपैड इमरजेंसी में उतार सकता है, बाकी वैसा डेली नहीं उतार सकता. लेकिन वो बना है ना. हाँ है ना, उधर रेस कोर्स में उतरता है. जो अभी घोड़ा रेस दिखाया उसमें उसका हेलीकॉप्टर उतरता है. अच्छा इधर हेलीकॉप्टर उतरने के लिए परमिशन नहीं. पूरा कमांडो लगा. फोटो भी नहीं उतना निकाल सकते, लेकिन खड़े होकर नहीं निकाल. ഞങ്ങൾ മുംബൈ തെരുവുകളിലൊക്കെ കറങ്ങിയിട്ട് ഞങ്ങളിത് താജ് ഗ്രൂപ്പിൻ്റെ സെലക്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ പ്രസിഡൻറ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സമയം 7:30 ഒരാൾ ക്ഷീണിച്ച് അവശനിലയിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ബാന്ദ്രയിലും കൊളാബയിലാണ് ഹോട്ടൽ. ഞങ്ങൾ ബാന്ദ്രയിലൊക്കെ പോയി തിരിച്ചിപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഇതാണിതേ ഞങ്ങളുടെ റൂം. ഇവിടെ നിന്ന് മനോഹരമായ മെറൈൻ ഡ്രൈവ് ദൃശ്യം കാണാം. പക്ഷെ അതിപ്പോൾ കാണാൻ പറ്റത്തില്ല, രാത്രിയിലായതുകൊണ്ട്. അതേ ഇവിടെ ഒരു സോഫ ഉണ്ട്, വലിയ കിങ് സൈസ് ബെഡ്, ഒരു ടേബിളിൽ ഞങ്ങൾ കയറി വന്നപ്പോഴേ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ ഒരു 15 മിനിറ്റ് മുന്നേ ഇതേ സ്ട്രോബെറിയും കുറച്ച് ഒരു ബ്രൗണിയും ഒരു വെൽക്കം ഇതുപോലെ തന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിയ ടോയ്ലറ്റാണ്. ഇതാണ് ഇവിടെ ഒരു വലിയ TV ഉണ്ട്. ക്ഷീണിതയായിരിക്കുന്ന ആളിനെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വലിയൊരു വാർഡ്രോബ്, കുറച്ച് പെട്ടിയൊക്കെ വെക്കാനുള്ള അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ. വലിയ ടോയ്ലറ്റൊക്കെ വലുതാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ചെറിയ റൂം ടൂർ കഴിഞ്ഞിട്ട് ഞങ്ങളിത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ കാണാം. വെൽക്കം ടു ഡേ 2 ഫ്രം മുംബൈ. ഞങ്ങൾ രണ്ടുപേരുടെ ദൂരെ നിന്ന് കാണിച്ചു തരാം. ഡ്രസ്സ് കണ്ടോ, ട്വിൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. ഇത് കൊച്ചി ഉത്സവന്ന് ഞങ്ങൾ ഒരേപോലെ മേടിച്ച ഡ്രസ്സാണ് ഞാനും രശ്മിയും. ഇത് ഭയങ്കര നാളായിട്ട് ഞങ്ങൾ ട്വിൻ ചെയ്ത് മേടിക്കണം, അല്ല ഇടണം എന്ന് വിചാരിച്ച് ഇടാതെ വെച്ചിരുന്ന കഴിഞ്ഞ പ്രാവശ്യം രശ്മി വന്നപ്പോഴത്തേക്ക് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ 5-6 മാസത്തിന് ശേഷം, അതിന് 3 മാസത്തിന് ശേഷം അല്ലേ ഞങ്ങൾ ട്വിൻ ചെയ്തിരുന്ന. ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഇടുന്നത്.
എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. രശ്മിക്ക് പിന്നെ നല്ല പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല. ഞാനങ്ങനെ പാൻറ്റൊക്കെ ഇടുന്ന കുറവാണ്, അതുകൊണ്ട് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടേ. ഇതാണ് നല്ല കോംപ്ലിമെന്റ് ആണ്. അതെ. അങ്ങനെ ഞങ്ങളിപ്പം രാവിലെ ഇന്ത്യ ഗേറ്റും വിക്ടോറിയ ടെർമിനലോ അങ്ങനെ അവിടെ 2 സ്ഥലത്താണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവരുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് ട്രിവാൻഡ്രം, ഞങ്ങൾ വൈകുന്നേരം കൊച്ചിക്ക്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കുറച്ച് 5-6 ദിവസം സന്തോഷമായിട്ടുണ്ടായിരുന്ന ഇന്ന് ഇന്ത്യയാണ് അല്ലേ. അതെ അതെ, ഭയങ്കര വിഷമമുള്ള കാര്യം. അതെ 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 അതെ. നല്ല ദിവസങ്ങൾ, നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത്. ശരിക്കും ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര റിലാക്സ്ഡ് ആവുന്ന കുറച്ച് സമയങ്ങളാണ്. നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കാനും നമ്മുടെ പരസ്പരം ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ആവശ്യമാണ്, എപ്പോഴും നമ്മുടെ ലൈഫിൽ അല്ല. ശരിക്കും അതെ അതെ. നിങ്ങൾ ഞാൻ ആക്ച്വലി കുറച്ച് വേറെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും അതെ അതെ അതെ, ഇപ്പം നിങ്ങളുമായിട്ടുള്ള ട്രാവൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ആക്ച്വലി ആ ഒരു സമയം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2 ദിവസത്തിന് മുമ്പേ ഞാൻ സംസാരിച്ചു. അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ ട്രിപ്പ് പോസിബിൾ ആവോ ഇല്ലയോ എന്ന് ഞാൻ അറിയത്തില്ല. തലേദിവസമാണ് എല്ലാം ഫിക്സ് ചെയ്ത് വേഗം ആയത്. അപ്പം ശരി, നമുക്കിനിയും ഓരോ സ്ഥലത്തോട്ട് പോകാം. മുംബൈയിലെ പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ എത്തിയേക്കാണ്. രശ്മിയും ഗിരിച്ചേട്ടനെയും ഫോട്ടോ എടുക്കൽ പ്രോസസ്സാണിത്. ഞങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫോട്ടോയ്ക്ക് 50 രൂപ വിത്ത് സോഫ്റ്റ് കോപ്പി ആൻഡ് ഹാർഡ് കോപ്പി. അപ്പം കണ്ട പാടെ അത് എടുപ്പിക്കാം എന്ന് വിചാരിച്ചു, കാരണം എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതാണ്. ഞാൻ ആദ്യം ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇറങ്ങാൻ നേരത്തെ ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റ് ഞങ്ങൾ പോയിട്ടുണ്ട് 2015 നന്ദുവൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അത് മുംബൈ താജ് ഹോട്ടൽ, പഴയ അറ്റാക്ക് ഒക്കെ ഉണ്ടായ സ്ഥലം. അപ്പുറത്ത് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത് താജിൻ്റെ പുതിയതല്ലേ, പുതിയ ടവറാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ ആദ്യം സ്റ്റേ ചെയ്യാനൊക്കെ ഗിരിച്ചേട്ടൻ നോക്കിയതാണ്, പക്ഷേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ അവിടെ താമസിച്ചിട്ട് എന്തായിരുന്നു. ഗിരിച്ചേട്ടൻ ഇപ്പോഴും പറയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ ഇതേ ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടുകൊണ്ട് കിടക്കാം. ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ അവിടെ താമസിച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ ഇപ്പം പിന്നെ താമസിക്കുന്ന പ്രസിഡന്റ് ഹോട്ടൽ അത്യാവശ്യം ഈ താജിൻ്റെയൊക്കെ സബ്സിഡറിയാണ്, നല്ലതുമാണ്. ഫുഡും ഉണ്ട്. ഇന്നലത്തെ ഡിന്നറൊക്കെ സൂപ്പറായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. ഞങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. എനിക്ക് ഫുഡില്ലാതെ ഹോട്ടലിൽ താമസിച്ചിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഫുഡാണ് മുഖ്യം. അപ്പം എത്ര വലിയ ഹോട്ടലാണെങ്കിലും ഫുഡ് കിട്ടാതെ രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ താജിലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നലെ ടാക്സി ചേട്ടനൊക്കെ പറയായിരുന്നു ആതങ്കവാദി ആക്രമം ഒക്കെ ഉണ്ടായ താജിനെ പറ്റിയും. പിന്നെ ഇന്നലെ സൽമാൻ ഖാൻ്റെ വീട്, സൽമാൻ ഖാൻ്റെയും പിന്നെ ആരുടെയൊക്കെയാണ് മുല്ലേട്ട ഇന്നലെ കാണിച്ചത്, ഷാരൂഖ് ഖാൻ്റെ ഒക്കെ കാണിച്ചില്ലേ പോകുന്ന വഴിക്ക്. സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, പിന്നെ നമ്മുടെ സുനിൽ ഷെട്ടി, അംബാനിയുടെ മുല്ലേട്ട് ഇന്നലെ വീഡിയോ എടുത്തു എന്ന് തോന്നുന്നല്ലേ. അംബാനിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര സെക്യൂരിറ്റി, കമാൻഡോ സെക്യൂരിറ്റി ആയിരുന്നുകൊണ്ട് അത് നടന്നില്ല. ഭയങ്കര കമാൻഡോ ഹൈ പ്രൊഫൈൽ ആൾക്കാർക്ക് ഭയങ്കര സെക്യൂരിറ്റി. പോസ്റ്റ് നോക്ക് രണ്ടുപേരുടെയും. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ഇന്നലെ വൈകുന്നേരം മുല്ലയുടെ റൂം ടൂർ എടുത്തപ്പോഴൊക്കെ എനിക്ക് എന്തോ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ ഇന്നലെ തളർച്ചയിലായിരുന്നു, ഔട്ട് ഓഫ് മൂഡായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ റൂം ടൂർ ഒന്നും എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. കാറിലൊക്കെ ഒന്ന് തൂങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ചില ദിവസം നമ്മൾ അങ്ങനെ ആയി പോകുമല്ലോ. മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്ന ദിവസമായിരുന്നു ഇന്നലെ. ഇന്ത്യ ഗേറ്റിൻ്റെ ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പം ബോട്ടിംഗ് ഏകദേശം അരമണിക്കൂറോളം ഉള്ള ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിൽ പോയാൽ നമുക്ക് എലിഫൻ്റ കേവ്സ് ഉണ്ട്.
ടെർമിനസ്. പഴയ ബ്രിട്ടീഷുകാർ പണിത ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ട് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് കാണാനായിട്ട് എത്തിയതാണ് ഞങ്ങൾ. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു പഴയ രീതിയിലുള്ള ബ്രിട്ടീഷ് മോഡൽ ആർക്കിടെക്ചറാണ്. അകത്തോട്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല. കയറാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഛത്രപതി പേര് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ വിക്ടോറിയ ടെർമിനസ് മാറ്റി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും സംഭവം പഴയ ഇത് തന്നെ, വിക്ടോറിയ ടെർമിനസ്. ഒരു ബിൽഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല, പഴയത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ സൈഡിൽ കാണുന്നു. ഇത് അകത്തോട്ട് നമുക്ക് കയറാൻ നോക്കാം. റൈറ്റ് സൈഡിൽ കയറി ഉടനെ റൈറ്റ് സൈഡിൽ നോർമൽ ട്രെയിൻ വരുന്ന സ്ഥലം ഇതേ ഉണ്ടല്ലോ. നോർമൽ ട്രെയിൻസ് കിടക്കുന്നു. ഒരു എൻഡാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകത്തില്ല, അതുകൊണ്ടാണ് ഇത് ടെർമിനസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ സൈഡിലുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധാ നോർമൽ ട്രെയിന്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സബർബൻ ട്രെയിൻസ്. ഇതിനകത്തൊക്കെ ഓടുന്ന ട്രെയിനുകൾ. ഇതാണ് നേരത്തെ പറഞ്ഞ സബർബൻ ട്രെയിൻസ്. അത് മുംബൈക്കകത്ത് ഓടുന്ന ട്രെയിൻസ്. കൊളാബയിലെ ഒരു മാർക്കറ്റ് റോഡാണ്. എൻ്റെ പുറകിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജിമിക്കികൾ തൂങ്ങിക്കിടക്കുന്നതുണ്ടോ. രശ്മിക്ക് ജിമിക്കികളെല്ലാം കൂടെ കണ്ടിട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ്. ജിമിക്ക് കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്ന രശ്മിയാണ് ഇപ്പോൾ കാണുന്നത്. ജിമിക്ക് രശ്മിയുടെ വീക്ക്നെസ് ആണ് കേട്ടോ. എവിടെ ചെന്നാലും ജിമിക്ക് രശ്മി ജിമിക്ക് ആവും. അല്ല, ഞാൻ സാരി ഉടുക്കണത് കൊണ്ടേ. അതെ ഇവിടെ രസമുള്ള ജിമിക്കീസ്. എനിക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തോന്നി എന്താണെന്ന് വെച്ചാൽ കമ്മൽ കളക്ഷൻ നല്ല വെറൈറ്റി കമ്മലുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന ജിമിക്കി അല്ലാതെ നോർമൽ കമ്മലൊക്കെ ഭയങ്കര സ്പെഷ്യൽ ടൈപ്പ് കമ്മലുകൾ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ വെറൈറ്റി കമ്മൽ. അപ്പം ഞാൻ 3-4 കമ്മലുകൾ മേടിച്ചു കേട്ടോ. യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ കമ്മൽ ഇപ്പം മേടിക്കുന്നത് വളരെ കുറവാണ്. എന്നാലും കണ്ടപ്പം നല്ല ഭംഗി തോന്നി. അങ്ങനെ കുറച്ച് 3-4 മേടിച്ചായിരുന്നേ. ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞത് രശ്മിയും ഗിരിച്ചേട്ടൻ്റെയും ഫ്ലൈറ്റ് ഇന്ന് ഉച്ചയ്ക്കാണ്. അവരിപ്പം ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ 1 മണിക്കൂറിനകം ഇവിടെ നിന്ന് ഇറങ്ങും. ബായ് പറഞ്ഞോളൂ. എല്ലാവർക്കും അതെ, ഞങ്ങളിങ്ങനെ പോകുന്നതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയാണ്. അതെ, കരഞ്ഞ് തകർത്തിട്ടുണ്ടായിരുന്നു. കരയരുതെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പോയി കഴിയുമ്പോഴാണ് ഭയങ്കര വിഷമം വരുന്നത്. ശരിക്കും സന്തോഷം. ഞങ്ങൾ രാവിലെ തന്നെ പറഞ്ഞ പോലെ ശരിക്കും ഹാപ്പി ആയിട്ടിരുന്ന് നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മറന്ന് ഹാപ്പി ആയിട്ടിരുന്ന് 4-5 ദിവസങ്ങളായിരുന്നു. അങ്ങനെ അതിങ്ങനെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിങ്ങനെ ഞാനും മുല്ലേണ്ണും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കി ആ ബിസി ലൈഫിലോട്ട് പോകുന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന ജീവിതത്തിലോട്ട് പോകും. നല്ല സമയമായിരുന്നു. അതെ, സ്വപ്നലോകം പോലെ ജീവിച്ചല്ലേ. നല്ല സമയമായിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ബോംബെ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. ടെർമിനൽ 1 ചെക്കിനും സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ കഴിഞ്ഞു. ഇത് ഡൊമസ്റ്റിക് ടെർമിനലിലെ ലോഞ്ചാണ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നേ. ഞാനിപ്പം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇതാണ് കഴിക്കാൻ പോവാണേ. ഞങ്ങൾ കുറേ നേരത്തെയാണ് വന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 7 മണിക്കേ ഉള്ളൂ. ഇപ്പം സമയം 4:52 ആയതേ ഉള്ളൂ. കഴിഞ്ഞ 3 വീഡിയോസായിട്ട് നമ്മൾ ട്രാവൽ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഫീഡ്ബാക്ക്സ് ഷെയർ ചെയ്യുക. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം അടുത്ത വീഡിയോയിൽ ഈ ട്രാവൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബുക്ക് ചെയ്ത് ക്രൂയിസിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഒത്തിരി കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു അതിനെപ്പറ്റി പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഷുവറായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.